ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം പ്രകൃതി സംരക്ഷണം വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. മാനവരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് അത് ഉദ്ബോധിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം കാണുന്നത് ആദമിനെ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ സൂക്ഷിക്കുവാനുമാക്കി തോട്ടത്തിലാക്കി എന്നുള്ളതാണ്. വേല ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആ തോട്ടം സൂക്ഷിക്കാൻ കൂടിയാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സകല മൃഗങ്ങളിലും മത്സ്യങ്ങളിലും സമുദ്രത്തിലും ഭൂമി മുഴുവൻ്റെയും സകലത്തിൻ്റെ മേൽ വാഴുവിനെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം റാദ എന്നാണ്. അതിൻ്റെ അർത്ഥം ആധിപത്യം എന്നാണ്. യഥാർത്ഥമായ അർത്ഥം എന്താണ്? ദയാലുവായ കാര്യസ്ഥൻ എന്നാണ് റാദ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് വിനാശകരമായ ആധിപത്യമല്ല, മറിച്ച് ആധിപത്യം എന്ന് പറയുന്നത് കരുതലുള്ള ഒരു നിയമമാണ്. കൈസരിയയിലെ വിശുദ്ധ ബസേലിയോസ് പറയുകയാണ്, വനങ്ങൾ വെട്ടിമാറ്റുന്ന ധനികൻ ദേവാലയത്തിൽ നിന്ന് ഒരു വിശുദ്ധ വഴിപാട് മോഷ്ടിക്കുന്ന കള്ളനെ പോലെയാണ്. ആയതുകൊണ്ട് വിശുദ്ധ വചനത്തോട് ചേർന്നിരുന്ന് ബസേലിയോസ് വാചനവ്യാഖ്യാനം നടത്തുമ്പോൾ പറയുന്ന ഈ കാര്യം വളരെ പ്രസക്തമാണ്. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മോശ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, 6 വർഷത്തേക്ക് നിങ്ങൾ വയലുകൾ വിതയ്ക്കണം, 7-ാം വർഷം അതൊരു ശാബത് ആയിരിക്കണം നിങ്ങളുടെ കൃഷിക്കല്ല. അതായത് വിശ്രമം നൽകുന്നത്, മണ്ണിൻ്റെ ശോഷണം തടയുവാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളത് നാം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. സഭാപിതാവ് ഓറിഗൻ ഇങ്ങനെ അഭിപ്രായപ്പെടുകയാണ്, സൃഷ്ടിക്ക് അന്തർലീനമായ മൂല്യമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കാൻ ദൈവം മൃഗങ്ങൾക്കും ഭൂമിക്കും ഒരു വിശ്രമം നിയമമാക്കി. മലിനീകരണത്തിൻ്റെ വിരുദ്ധമായ ചില പ്രഖ്യാപനങ്ങൾ, ഈ പ്രകൃതിയെ മലിനീകരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചില വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ, മലിനീകരണ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ നമുക്ക് ആവർത്തന പുസ്തകം 23-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയം ആശ്വാസം പറയാൻ പാളയത്തിന് പുറത്തൊരു സ്ഥലം നിശ്ചയിക്കുക, നിങ്ങളുടെ പാളയം വിശുദ്ധമായി സൂക്ഷിക്കുക. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 19-20 വാക്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്ന ഉപരോധ പ്രവർത്തനങ്ങൾക്കായി ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. ഹോശേയ പ്രവാചകൻ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, സൃഷ്ടി പാപത്തിൽ കീഴിൽ ഞരങ്ങുകയും ദുഷ്ടമായി ജീവിക്കുന്ന അതിലെ നിവാസികൾ നിമിത്തം ഭൂമി വിലപിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ പാരിസ്ഥിതിക ആന്തരഫലത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ബൈബിൾ ആശയമാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അത് ഭൂമി വിലപിക്കുന്നു എന്ന് നമുക്ക് വിശുദ്ധ വചനം നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പിതാക്കൾ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ വീഴുമ്പോൾ സൃഷ്ടി അവനോടൊപ്പം ഇടർന്നു എന്നുള്ളത്. ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ചെന്നായ കുഞ്ഞാടിനോടൊപ്പം വസിക്കും. ഒരു പ്രകൃതി നിയമത്തിൻ്റെ പാരിസ്ഥിതികമായ ശാസ്ത്രം നമുക്കിവിടെ, പ്രകൃതി നിയമത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സംരക്ഷണ നിയമങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുകയാണ്, എത്ര നാൾ ദേശം ലഭിക്കും, എല്ലാ വയലുകളിലെയും പുല്ല് വാടിപ്പോകും. വിശുദ്ധനായ യോഹാനും ഇതിനെക്കുറിച്ച് ഒരു വ്യാഖ്യാനം നൽകുകയാണ്. ഇത് ദൈവം ഭൂമി ദുരുപയോഗത്തെ മുന്നറിയിപ്പ് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അഥാനാസ്യോസ് പറയുകയാണ്, സൃഷ്ടിയെ
യേശുക്രിസ്തുവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയുകയാണ്, വൃക്ഷങ്ങളെ സൃഷ്ടിച്ച വചനം അതെല്ലാം പുനഃസ്ഥാപിക്കാൻ ഒരു വൃക്ഷത്തിൻ്റെ മരത്തിൽ തൂക്കിയിടപ്പെട്ടു. കർത്താവിന് വൃക്ഷങ്ങളുടെ മേലും പ്രകൃതിയുടെ മേലും നിയന്ത്രണ അധികാരമുണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയും മർക്കോസ് 11:12 അത്തിവൃക്ഷത്തെ ശപിക്കുകയും ചെയ്യുന്നു. ഫലമില്ലായ്മയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ്. റോമർ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പുതിയൊരു സൃഷ്ടിയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഐറേനീസ് അതിനെ ആസ്പദമാക്കി പറയുന്നത്, ആദ്യത്തെ ആദാം നശിപ്പിച്ചത് പുതിയ ആദാം നന്നാക്കുന്നു എന്നുള്ളത്. സുറിയാനി സഭയുടെ പിതാക്കന്മാർ സൃഷ്ടി പരിപാലനത്തെക്കുറിച്ച് വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പറയുന്നത്, കൈസരിയയിലെ ബസേലിയസ് പറയുകയാണ്, നിങ്ങളൊരു മരം മുറിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ എന്തെങ്കിലും നിങ്ങൾ കൊല്ലുകയാണ്. അത് സാധാരണ മരത്തെക്കുറിച്ചല്ല, മരം മുറിച്ച് നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് സഹപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, സഹപിതാവായ ബസേലിയസ് പഠിപ്പിക്കുന്നത്. ഭൂമിയെ ഉരിഞ്ഞു കളയുന്ന ധനികർ ദേവാലയ കൊള്ളക്കാരെ പോലെയാണെന്ന് വിശുദ്ധനായിരിക്കുന്ന സ്വർണ്ണനാവുകാരനായ യുവാനിയോസ് ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹ ജീവൻ സംരക്ഷിച്ചപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിലും ജീവൻ സംരക്ഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. സുസ്ഥിരമായ കൃഷിക്ക് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന പോലെ ഭൂമിയുടെ തത്വങ്ങൾ നാം പിന്തുടരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഒരു പൂന്തോട്ടത്തിൽ ആരംഭിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഒരു തോട്ടത്തിൽ നിന്നാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. വേദപുസ്തകം അവസാനിക്കുന്ന വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു പൂന്തോട്ട നഗരത്തിൽ അവസാനിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ഭൂമിയും അതിലുള്ളതെല്ലാം കർത്താവിൻ്റെതാണെന്ന് സങ്കീർത്തനം 24-ന്റെ 1-ാം അധ്യായത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ നാം ചെയ്യണം. 1, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം പ്രകാരം നമ്മളതിനെ സംരക്ഷിക്കണം. യെശയ്യാ പ്രവാചക പുസ്തകം 58-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുമ്പോൾ 2-ാമത്തെ കാര്യം പുനഃസ്ഥാപിക്കണം. വെളിപ്പാട് പുസ്തകം 11-18 ഓർമ്മിപ്പിക്കുന്ന പോലെ 3-ാമത്തെ കാര്യം പുതിയ സൃഷ്ടിയെ മുൻകൂട്ടി കാണണം. പ്രകൃതിയുടെ സംരക്ഷണം നമ്മളുടെ കയ്യിലാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നവർ ദൈവത്തിൻ്റെ സൃഷ്ടിയെയാണ് നശിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാത്തുപരിപാലിക്കുന്നവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ആയതുകൊണ്ട് പ്രകൃതി സംരക്ഷണം ദൈവികമായ പ്രവർത്തനമാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ഉദ്യമിക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടവരുത്തട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടട്ടെ.